അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് വിഭാഗത്തിന്റെ പുതിയ ഭരണസമിതിയിൽ ആരംഭത്തിൽ തന്നെ വിഭാഗീയതയുള്ളതായി ആരോപണം. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം എല്ലാ ആദ്യത്തെ ഞായറാഴ്ചകളും ചേരുന്ന യോഗം മാറ്റിവെച്ച് കൂടിയാലോചനയില്ലാതെ ഭരണസമിതിയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ കമ്മിറ്റിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിലെ ഭാരവാഹികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ സംഭാഷണം എനി ടൈം ന്യൂസിന് ലഭിച്ചു. ഡേറ്റ് മാറിയതല്ല, എല്ലാവർക്കും കല്യാണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രഷറർ പ്രസിഡന്റ് കൂടിയിട്ട് പറഞ്ഞു ഈ ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ചക്ക് ചെയ്യാന്നുള്ളത്. ഈ കല്യാണങ്ങൾ വരുമ്പോൾ മാറ്റിവെക്കാനാണോ നമ്മളൊരു മാസത്തില് ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ മീറ്റിംഗ് വെക്കില്ലേ? അപ്പോൾ നമുക്കിനിപ്പോൾ എല്ലാവർക്കും കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിവെക്കാനുള്ളൊരു സോഴ്സാണ് കേട്ടത്. ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ചെയ്തത് തെറ്റാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറർ ഇത് തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർ കല്യാണം ഉണ്ട്, അവർ കല്യാണം ഉണ്ട്, ഇവർ കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഞായറാഴ്ച ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഞായറാഴ്ച ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഞായറാഴ്ച വെക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് എല്ലാ കൊല്ലം ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ആൾക്കാർ വരും, ഈ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരത് ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മളതിന് വർത്തമാനം പറയേണ്ടി വരും. അത് ചെയ്ത് ശരിയായി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പോലെ പൊക്കോളൂ, കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവണം. എല്ലാവർക്കും കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാൻ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവില്ല, എനിക്ക് ഈ ആഴ്ച കല്യാണം, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒഴിവില്ലെങ്കിൽ ഈ ആഴ്ച വെക്കണം എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവാം. ഓക്കെ എന്നാ, ബൈ. ഡേറ്റ് മാറ്റുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. നമസ്കാരം. എന്തായാലും 7ാം തീയതിയിലത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മാറ്റിവെച്ചതിൽ ഉള്ള അമർഷം രേഖപ്പെടുത്തുന്നു. കാരണം ഞാൻ 7ാം തീയതി എനിക്കൊരു ടൂറുണ്ടായിരുന്ന മൂകാംബിക, ആ ട്രിപ്പ് മാറ്റി വെച്ചിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്ന് കരുതിയിട്ട് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അപ്പം അത് നഷ്ടമായി അല്ലേ? താങ്ക് യു. സത്യത്തിൽ എന്താ പരിപാടി? ആർക്കാ പരിപാടി? എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ സാധാരണ വൈകുന്നേരത്ത് വെക്കാറ് മീറ്റിംഗ്. അങ്ങനെ ഇപ്പൊ കണ്ടണത് ഇത് ഒരാഴ്ചയൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? വൈകുന്നേരത്തേക്ക് ആക്കി കൂടെ മീറ്റിംഗ്? ഇനി വല്ല പരിപാടികൾ ഉണ്ടെങ്കിൽ. ഏറെ കാലങ്ങളായി വളരെ ചിട്ടയോടുകൂടി നടന്നു വന്നിരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ പുതിയ ഭരണസമിതിയുടെ കൂടിയാലോചനയില്ലാതെ എടുക്കുന്ന തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. എങ്കക്കാട് ദേശത്തുള്ള പലരെയും അറിയിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ആരോപണമുണ്ട്. തുടക്കത്തിൽ തന്നെ കല്ലുകടിയായ സാഹചര്യത്തിൽ ഈ വർഷത്തെ പൂരത്തിന്റെ നടത്തിപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന് തട്ടകവാസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.